ഞാനിപ്പം ഫസ്റ്റ് പടം തന്നെ എൻ്റെ സൂപ്പർ ഹിറ്റ് ആയി ഇരുന്നെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഇന്ന് വിട്ടൊന്നും സംസാരിക്കില്ല. ഉറപ്പായിട്ട് ഞാൻ ഔട്ടായി പോയത്. ബീങ് ആൻ ആക്ടർ ഓർ ബീങ് എ പ്രൊഡ്യൂസർ ഏറ്റവും കംഫർട്ടബിൾ പരിപാടി ഏതാണ്? ആക്ടിങ് ആണോ? അറിയാമെങ്കിൽ അത് അണ്ടർലൈൻ ചെയ്ത് പറഞ്ഞു അല്ലേ? കൽപ്പനയാണ് അവിടെ ബഹളം, ഉർവശി അതിനൊപ്പം നിൽക്കും. കുറെയൊക്കെ ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് പ്രശ്നം, ദിവസവും പ്രശ്നങ്ങളായിരിക്കും. എന്തിനെ ബേസ് ചെയ്തായിരിക്കും ഏറ്റവും പ്രശ്നം? ഞങ്ങൾ തമ്മി തല്ല് തന്നെയാണ്. അതിനെ സമാധാനിപ്പിക്കാൻ വേണ്ടി അച്ഛനും അമ്മയും പ്രയത്നിക്കുന്നതാണ് ബാക്കി. സിനിമ നടന്മാരൊക്കെ സാധാരണക്കാരല്ലേ ബേസിക്കലി. ഞാൻ ചോദിക്കട്ടെ, സൈച്ചേട്ടൻ ഒരു ബസ്സിൽ കയറി യാത്ര ചെയ്തിട്ട് എത്ര നാളായി? എനിക്ക് പണ്ടും ബസ്സിൽ കയറുന്ന വലിയ താല്പര്യമില്ലായിരുന്നു. അല്ല, എന്നെ ഒരു സിനിമാ നടനായിട്ട് ഇവർ അംഗീകരിക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇവരെന്നോട് എൻ്റെ കൂടെ ഫോട്ടോ എടുക്കണമെന്ന് പറയുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. പക്ഷേ എനിക്ക് ബേസിക്കലി ഫോട്ടോ എടുക്കുന്നത് എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ്. രണ്ട് മുഖങ്ങൾ കണ്ടോ, രായലും അതെ നായലും ഉണ്ട്. അത് കൂടാണ്ട് രണ്ട് വരകളുണ്ട്, ഒരു ആർക്ക് പോലെ. അതും എന്തിനാന്ന് എനിക്കറിയില്ല എന്തിനാണ് ഇതൊക്കെ കൊടുത്തിരിക്കുന്നത്. പക്ഷെ എന്തോ ബ്രില്യൻസ് അവൻ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമസ്തേ, വെൽക്കം ടു മോളിവുഡ് മിക്സ് വിത്ത് മീനാക്ഷി. സോ ഭരതനാട്യത്തിന്റെ വിശേഷങ്ങളുമായിട്ട് എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ്, 3 പേരും എൻ്റെ ഫേവറേറ്റ് ആണ്. ഐ ഹാവ് കലാരഞ്ജിനി മാം, സൈജു കുറുപ്പ് സൈചേട്ടനുണ്ട് ആൻഡ് ശ്രുതി ചേച്ചിയുണ്ട്. സോ 3 പേർക്കും വെൽക്കം വെൽക്കം വെൽക്കം. അപ്പൊ 23-ാം തീയതി ഭരതനാട്യം ഇറങ്ങാൻ പോവാണ്. സൈചേട്ടനെ ആസ് പ്രൊഡ്യൂസർ നമ്മൾ കാണാൻ പോവാണ്. ആ ഒരു എക്സൈറ്റ്മെന്റ് കേട്ടിട്ട് വേണം എനിക്ക് തുടങ്ങാം. എക്സൈറ്റ്മെന്റ് ആണോ ടെൻഷൻ ആണോ? ടെൻഷനൊന്നുമില്ല, എക്സൈറ്റ്മെന്റ് ഡെഫിനറ്റ്ലി ഉണ്ട്. അതെ കറക്റ്റാ. പക്ഷെ എക്സൈറ്റ്മെന്റ് ഭയങ്കരമായിട്ടുണ്ട്. എൻ്റെ ഉള്ളിലും ഉണ്ട്, എൻ്റെ വൈഫിന്റെ ഉള്ളിലും ഉണ്ട്. അതിന്റെ കാരണം ഞങ്ങൾ രണ്ടുപേരും പാർട്ട്നേഴ്സ് ആണ് ഈ LLP ഫോമില്, സൈജു ഗ്രൂപ്പ് എന്റർടൈൻമെന്റ്സ്. കുറെ നാളത്തെ ഒരു ഡ്രീം ആയിരുന്നു, ഒരു പടം എങ്കിലും പ്രൊഡ്യൂസ് ചെയ്യണം. പണ്ട് എൻ്റെ ഒരു ആഗ്രഹം സിനിമയിൽ വന്ന സമയത്ത് ഒരു 100 ദിവസം ഓടുന്ന പടത്തിൽ അഭിനയിക്കണം. ഏത് ക്യാരക്ടർ ആയിക്കോട്ടെ, പക്ഷെ ഒരു 100 ദിവസം ഓടുന്ന പടത്തിൽ ഭാഗമാണെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് സാധിച്ചു. ഹലോ എന്ന് പറഞ്ഞ പടം 115 ദിവസം ഓടി. ഇന്ന് പിന്നെ 100 ദിവസം ഒന്നും ഇല്ലല്ലോ. ഇന്നിപ്പം എനിക്കൊന്ന് 25 ഡേയ്സ് ഓടിയാൽ തന്നെ അത് 100 ദിവസത്തിന്റെ ഒരു ഫലമാണ്. ചിലത്രയും വൈഡ് റിലീസും കാര്യങ്ങളൊക്കെ ആയിട്ട്. സോ ഐ ആം എക്സൈറ്റഡ്. എനിക്ക് തോന്നുന്നു കുറേം കൂടി ഈ ഒരു പ്രോജക്റ്റില് ഭയങ്കര വിശ്വാസമുണ്ട് അഭിനയിച്ചവർക്ക് എല്ലാവർക്കും. എനിക്ക് തോന്നുന്നു കലാരഞ്ജനി മാം, ഞാനാണെങ്കിൽ ഇന്റർവ്യൂ എടുക്കാൻ കാത്തിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. സോ 2020 സൂഫി സുജാതയ്ക്ക് ശേഷം ഇപ്പോൾ 2024 വരെയാണ്. അത് ഈ ഒരു പ്രോജക്റ്റിലുള്ള ഒരു വിശ്വാസം വീണ്ടും നമ്മളിലേക്കൊന്ന് എംബെഡ് ചെയ്യിക്കുകയാണ്. ബിക്കോസ് an artist like her is coming back with a character. അപ്പൊ അതൊന്ന് കേൾക്കട്ടെ മാം. അല്ലെ, എനിക്ക് സത്യത്തിൽ ഞാൻ പിന്നെ സഹിച്ചുല്ലേ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ക്യാരക്ടറുണ്ട്, പടമുണ്ട്, ചേച്ചി കഥ കൃഷ്ണദാസ് വിളിച്ച് കഥ പറയുമെന്ന് പറഞ്ഞു. കൃഷ്ണദാസ് വിളിച്ച് എന്നോട് കഥ പറയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ആ ക്യാരക്ടർ പിന്നെ ഞാൻ ഇവർ ചോദിച്ച ഡേറ്റ് പക്കായിട്ട് കൊടുത്തു. കാരണം ഇത് കൈവിട്ട് പോകരുതെന്ന് തോന്നി. കാരണം അത്രയ്ക്ക് നല്ല മനോഹരമായ ക്യാരക്ടർ. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് വരുന്നത്. ഞങ്ങൾ എൻ്റെ മക്കള് 4-5 പേരുണ്ട്. 4 മക്കള്, 2 മരുമക്കള്, വളരെ ഒരു ഫാമിലി. ശരിക്ക് അച്ഛനും അമ്മയും മക്കളും ഒരു കൂട്ടായ്മ പോലെ തന്നെയായിരുന്നു ഞങ്ങളുടെ സെറ്റും. ശ്രുതി ചേച്ചിയെ പോലുള്ള ആർട്ടിസ്റ്റിന്റെ ഒക്കെ ഒരു ഗ്രോത്ത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ബിക്കോസ് സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് വഴിവെട്ടി വന്ന ഒരു ആർട്ടിസ്റ്റ് എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ സോ ഹാപ്പി. അപ്പം ഇതേപോലെയുള്ള ആർട്ടിസ്റ്റുകളുടെ കൂടെ സഹോദരിയായിട്ടും മകളായിട്ടും ഒക്കെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഭാഗ്യമല്ലേ? ഭയങ്കരമായിട്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ജൂൺ ചെയ്തതിനു ശേഷം അടുത്ത പടം ചെയ്യുന്നത് ജനമൈത്രിയാണ്. സൈജു ചേട്ടനായിരുന്നു അതിൽ ലീഡ്. അപ്പം അപ്പോഴേ ഞാൻ എക്സൈറ്റഡ് ആണ്. അതിലും ചെറിയൊരു ക്യാരക്ടറാണ്, പക്ഷെ എനിക്ക് ചെറിയ ക്യാരക്ടർ ചെയ്യുക അതിനൊന്നും മടിയൊന്നുമില്ല. നല്ല സിനിമയുടെ ഭാഗമാകുക എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഞാൻ എടുത്തു നോക്കി ഞാൻ കുറേ സിനിമയിൽ ചെറിയ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്നോട് ചില ആൾക്കാരൊക്കെ ചോദിക്കും, നീ ഇങ്ങനെ ചെറിയ ക്യാരക്ടർ ഒന്നും പോയി ചെയ്യരുത്, ലൈക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും. അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചിരുന്നെങ്കിൽ എനിക്ക് ടർബോ പോലുള്ള സിനിമയും ഒക്കെ ചിലപ്പോൾ മിസ്സായി പോയനെ, മമ്മൂക്കരോടുള്ള ആ മൊമെന്റ് ഒക്കെ മിസ്സായി പോയനെ. അത് കാണുന്ന ചിലർക്ക് ചിലപ്പം അത് ഒരു ചെറിയ പരിപാടിയായിരിക്കും, പക്ഷെ എനിക്കത് വലിയൊരു സംഭവം. അതായത് ഇത്രയും വലിയൊരു സിനിമയിൽ ഒരു ചെറിയ ഭാഗമാവാന്നുള്ളതാണ്. പിന്നെ വരുന്ന ക്യാരക്ടറിലേ ചെയ്യാൻ പറ്റൂ, അതാണ് മറ്റൊരു അല്ല
നമ്മൾ RDX-ലെ nurse ആയിട്ട് കണ്ടു, ടർബോയിലും nurse ആയിട്ട് കണ്ടു. ടർബോയിൽ RDX കണ്ടിട്ടാണ് വൈശാഖ് സാറ് ടർബോയിൽ വിളിക്കുന്നത്. അപ്പം അതിൽ ആദ്യം വിളിക്കുമ്പോൾ അവർക്ക് തന്നെ സംശയം ഉണ്ടായിരുന്നു, നഴ്സ് എന്ന് പറയുമ്പോൾ ഞാൻ ചെയ്യോ ഇല്ലയോ അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു. ആദ്യം പറഞ്ഞപ്പോൾ ഞാനും അടിച്ചു, എനിക്കിങ്ങനെ ചെറിയ ഒരു സീനല്ലേ ഉള്ളൂ അത്. അപ്പൊ ആദ്യം ഇങ്ങനെ വിളിക്കുമ്പോൾ ഒരു സീനാണ്, ഒരു ദിവസം ഷൂട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്നും അടിച്ചു. പക്ഷെ പിന്നെ ആ സീൻ എനിക്ക് തന്നപ്പോ ഞാൻ നോക്കുമ്പോൾ മമ്മൂക്കേന്റെ കൂടെയാണ്. നമ്മൾ ആദ്യം വിചാരിക്കുന്നില്ല മമ്മൂക്കേന്റെ കൂടെയാണ് ഒരു നഴ്സ് എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ വന്നു പോകും, ഇടിപ്പടമാണ്. അപ്പൊ നഴ്സ് ഓക്കെ കുറെ നഴ്സുമാർക്ക് ഉണ്ടാവും എന്നുള്ളൊരു മൂഡായിരുന്നു. പക്ഷെ ആ സീൻ കാണിച്ചപ്പോ ഞാൻ വേറെ ഒന്നും ചിന്തിച്ചില്ല, ഇനി ആ സീൻ കട്ടായി പോയാൽ എനിക്ക് കുഴപ്പമില്ല, എനിക്ക് മമ്മൂക്കേനെ കാണാം, വൈശാഖ് സാറിന്റെ സിനിമയിൽ പാട്ടാവാം, അങ്ങനെ പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പം പക്ഷെ ഈ സിനിമയിൽ എന്നെ വിളിക്കുമ്പോൾ ഈ കഥ പറയുമ്പോൾ ചേച്ചി പറയുന്നത് കഥയാണ് ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആക്കി. ഇതിനകത്ത് എല്ലാ ക്യാരക്ടേഴ്സും ഈ ട്രെയിലറിൽ കണ്ട എല്ലാവർക്കും അവരുടെ ആ ഒരു സ്പേസും സ്ക്രീൻ സ്പേസും ആ പെർഫോം ചെയ്യാനുള്ള സ്കോപ്പും എല്ലാം ഉണ്ടായിരുന്നു. അപ്പം സൈജു ചേട്ടൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമ എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ, കഥ കേൾക്കണം എന്ന് ഒന്നും പറഞ്ഞില്ല. ചെയ്യാം, കാര്യം ചേട്ടൻ പ്രൊഡ്യൂസ് ചെയ്യല്ലേ. അപ്പം ആ ചേട്ടൻ ഒരു ഫസ്റ്റ് മൂവി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒന്നും കാണാണ്ട് ചെയ്യില്ല. അപ്പം നല്ലൊരു പ്രൊജക്ട് ആയിരിക്കും എന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. കൃഷ്ണദാസ് ചേട്ടനെ എനിക്ക് പരിചയമുണ്ട്, കരിക്കിലൊരു സീരീസ് കൃഷ്ണദാസ് ചേട്ടൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് കൃഷ്ണദാസ് ചേട്ടനെ അറിയാം. അപ്പോൾ ഇതാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓക്കെ ആയിരുന്നു. കഥ കേട്ടപ്പോഴും നല്ലൊരു ഫാമിലി സ്റ്റോറി. നമ്മൾ ഈ അടുത്തൊന്നും അങ്ങനെ ഈ ഫാമിലി അച്ഛനമ്മ മക്കൾ ബന്ധം അങ്ങനെയൊക്കെ കുറച്ച് നാൾ മുന്നേ സിനിമകളാണ്, ഇപ്പൊ അങ്ങനെ കാണാറില്ല. കുറച്ചുകൂടെ വേറൊരു കണ്ടന്റ് ആണ് ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യസ്തമായിട്ട് ഫാമിലി ആയിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ട്, ഇതുപോലത്തെ പല ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ട്രെയിലർ കാണുമ്പോൾ തന്നെ ഒരുപാട് പേര് പറഞ്ഞു അയ്യോ കാണുമ്പോൾ നല്ല രസമുണ്ട്, ഇങ്ങനെ സായികുമാർ സാർ, അച്ഛൻ, അമ്മ, കലാലിന ചേച്ചി ഒക്കെ കാണുമ്പോഴത്തേക്ക് എല്ലാവരും എക്സൈറ്റഡ് ആണ്, നമ്മളോട് ചോദിക്കും ഇവരായിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ. ഞാൻ സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോഴേ അതിനകത്ത് കലാമാമിന്റെ ക്യാരക്ടർ ഇങ്ങനെ ഭയങ്കര ദേഷ്യക്കാരി പറയണ പോലെ ക്യാരക്ടറാ. പക്ഷെ ഇൻ റിയൽ ലൈഫ് ഷീ ഈസ് ജസ്റ്റ് ദി ഓപ്പോസിറ്റ്. ഭയങ്കര ഹംബിൾ ആൻഡ് ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. ഇത് എപ്പോഴും ഈ ഒരു സ്മൈൽ ഇങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്ത് എപ്പോഴും ഇങ്ങനെ പേഷ്യന്റ് ആയിട്ടാണോ ഇരിക്കുക? അല്ല, ദേഷ്യമൊക്കെ വരുമോ? എനിക്ക് ദേഷ്യമൊക്കെ വരും, പക്ഷെ എങ്കിലും ഓവറായിട്ടൊന്നും അല്ല. ഓവറായിട്ട് അതൊക്കെ കൺട്രോൾ ചെയ്ത്, പിന്നെ നമ്മൾ ദേഷ്യപ്പെട്ടിട്ട് എന്ത് കാര്യം, നമ്മളെ ഹെൽത്തിനാവാം, അതിനെ ചിരിച്ചു കളയാന്നുള്ളേ ഉള്ളൂ. ഇവരൊക്കെ എന്നും ഇങ്ങനെ യങ് ആയിരിക്കുന്നത്, ഇൻക്ലൂഡിങ് യു കേട്ടോ, എങ്ങനെ യങ് ആയിരിക്കുന്നതിന്റെ ദേഷ്യം കുറവായിട്ടുള്ള പ്രൊഡ്യൂസറും ഒക്കെ ആയിരുന്നിരിക്കാം. എനിവേ ഇപ്പൊ എല്ലാവരും ഇവര് ഭയങ്കര ഒരു മദർലി അറ്റാച്ച്മെന്റ് തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് അന്ന് ഞാൻ ശ്രീസംഖ്യയുടെ ഇന്റർവ്യൂ എടുത്തപ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ ഒരു അമ്മ എന്നുള്ള രീതിയിൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് കാർത്തു എന്നാ വിളിക്കണേ. ഇവര് എടാപോടാ ബന്ധം. എന്റെ മോനെ എല്ലാം എന്നെ കാർത്തൂന്നാ വിളിക്കുന്ന വീട്ടിലെ പിള്ളേരൊക്കെ. എല്ലാരും കൽപ്പന ചേച്ചി, കുഞ്ഞാറ്റ, എല്ലാരും അങ്ങനെ ഒരു അമ്മ ആ ഒരു ഇതല്ലേ, ഇവര് ഭയങ്കര ഫ്രണ്ട്സിനെ മാതിരിയാ. അതായത് ഫോണില് എടാ കാർത്തു വന്നെങ്കിൽ വന്നേ, ഇതെന്താ നോക്കിക്കേ നീ, അങ്ങനെ പറയും അല്ലേ? സോ സൈചേട്ടാ, 20 years in cinema, how is cinema treating you? Cinema always treated me well. എൻ്റെ പ്രശ്നങ്ങൾ കാരണമാണ് എനിക്ക് സിനിമ ഇല്ലാഞ്ഞത് ഒരു കാലഘട്ടത്തിൽ. Why do you think so? ആ ഒരു പ്രശ്നങ്ങൾ അല്ല, എൻ്റെ പ്രശ്നം വെച്ചാൽ എനിക്ക് അഭിനയിക്കാൻ അറിയില്ലായിരുന്നു. നമ്മളൊരു ആക്ടർ എന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ ചെന്നിട്ട് നമ്മൾ നല്ലപോലെ പെർഫോം ചെയ്യണമല്ലോ. അപ്പോൾ ആ ഒരു പരിപാടി എനിക്ക് അറിയില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു ബ്രേക്ക് ത്രൂ വന്നത് ഏത് സിനിമ തൊട്ടിട്ടാണ്? ഒരു സെൽഫ് ബ്രേക്ക് ത്രൂ ആയത് ട്രിവാൻഡ്രം ലോഡ്ജാണ്. പക്ഷേ ഈ ചെറിയ രീതിയിൽ എൻ്റെ അഭിനയം അല്ലെങ്കിൽ പെർഫോമൻസ് ഇമ്പ്രൂവ് ആകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് മുല്ല, പിന്നെ ഡബിൾസ്, കർമ്മയോഗി എന്നൊക്കെ പറഞ്ഞ സിനിമകൾ ഞാൻ 2009, 2010, 2011 ആ സമയത്ത് ചെയ്തപ്പോഴാണ് എനിക്ക് തന്നെ ഫീൽ ചെയ്ത് തുടങ്ങിയത്. പിന്നെ മേജർ ബ്രേക്ക് ത്രൂ ഈസ് ട്രിവാൻഡ്രം ലോഡ്ജ്. അതെ, ആടൊരു വലിയ മൈൽ സ്റ്റോൺ ആണ് എൻ്റെ കരിയറിലെ. ബട്ട് എന്തായാലും നിങ്ങളുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ, ഫിലിം ഇൻഡസ്ട്രി had always been supporting me and still supporting me, and about treatment, they have treated me very well. Yes, and will treat you good in the future too. Yeah. സൈചേട്ടൻ്റെ കരിയറിൻ്റെ ഒരു ഇതെടുത്ത് നോക്കുമ്പോഴേ ഇപ്പം നിങ്ങളൊക്കെ ആർട്ടിസ്റ്റ് ഇരുന്നിട്ടുള്ള ആൾക്കാരാണ്. ബട്ട് ഹി കെയിം ഫ്രം എൻറ്റയർലി എ ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ട്. അവിടെ നിന്ന് ആക്ടിങ്ങിലേക്ക് ഇറങ്ങിയ ഒരു വ്യക്തിയാണ്. അപ്പം ഇപ്പം 2009 എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു 4 years into സിനിമയാണ്. സെയിൽസിലേക്ക് എത്തിയിട്ടുണ്ട്, ബാക്ക് ടു ബിസിനസ്. ഓക്കെ, അപ്പൊ ഞാൻ ആ കഥ ഇപ്പോഴും ഈ അടുത്തിടയ്ക്കാണ് അറിയുന്നത്. ആ കഥ നമുക്ക് വേണ്ടി ഒന്ന് ഷോർട്ടാക്കി പറയും ചേട്ടാ. ഒന്നുമില്ല, MG ശ്രീകുമാർ സാറിന് എയർടെൽ കണക്ഷൻ കൊടുക്കാൻ വേണ്ടി പോയി.
ആ. അങ്ങനെ അദ്ദേഹത്തിനോട് ഹരിയൻ സാർ പറഞ്ഞത് നിങ്ങളുടെ സർക്കിളിൽ ആരെങ്കിലും ഈ 20 തൊട്ട് 25 വയസ്സ് പ്രായമുള്ള ആരെങ്കിലും ഉണ്ടോ, ഒരു 6 അടി ഉയരം, ഓക്കെ. അപ്പം പുള്ളി എന്നെ, ഞാൻ ഈ കണക്ഷൻ്റെ കാര്യത്തിന് വേണ്ടി പോയത്, പുള്ളി എന്നെ കണ്ടപ്പോൾ പുള്ളി ചിലപ്പോൾ തോന്നിക്കാണ് ഞാൻ ചിലപ്പോൾ ഫിറ്റ് ആകുമെന്ന്. അപ്പം അങ്ങനെ അദ്ദേഹം എന്നോട് ചോദിച്ചു, ഞാൻ ഓക്കെ എന്ന് പറഞ്ഞ് ഹരിയൻ സാറിനെ എനിക്ക് കോൺടാക്റ്റ് തന്നു. പുള്ളി വിളിച്ച് പറയുകയും ചെയ്തു. ഞാൻ അങ്ങനെ പോയി ഓഡിഷൻ കൊടുത്ത് അങ്ങനെ ഞാൻ സെലക്ട് ആയതാണ്. അല്ല, ആദ്യം ഹരിഹരൻ സാറിനെ കണ്ടപ്പോ മനസ്സിലായില്ലായിരുന്നല്ലോ. അല്ല, ഞാൻ ബ്രീഫായിട്ടൊക്കെ പറഞ്ഞതേ ഷോർട്ടാക്കി പറയാനല്ലോ. എനിക്ക് തന്നെ ഇത് റിപ്പീറ്റേഷനാണ്. എത്രയോ സ്ഥലത്ത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇല്ല, ഞാൻ ഫസ്റ്റ് ടൈം വരുന്നത് കേട്ടോ. ഞാൻ ഭയങ്കര സർപ്രൈസ്. എനിക്ക് ആ ഒരു ചേട്ടൻ പറയുന്നത് കേട്ടപ്പോഴേ, 6-ാം തമ്പുരാനില് തമ്പുരാനെ മനസ്സിലാകാത്ത മഞ്ജുവാര്യർ ഇതുപോലെ മോള് പോയി ലുങ്കി മാറി വന്നപ്പോഴാണ് ഇതാണോ സാർ മനസ്സിലായത്. അതെ. അപ്പം ലൈക്ക് അതിനകത്ത് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു ഫോട്ടോ പോലും എടുക്കാൻ മടിയുള്ള ആളാണ്. ഗ്രൂപ്പ് ഫോട്ടോ വെട്ടി ഓഡിഷൻ അയച്ചാലോ എന്ന് ചോദിച്ചിരുന്നു. അതെ അതെ. അപ്പൊ ഞാനതാ വിചാരിച്ചത്, നമുക്ക് സിനിമയുടെ പരിപാടി അറിയില്ലല്ലോ. അപ്പൊ ഞാനോർത്തെന്ന് വെച്ചാൽ എന്നെ കണ്ടാ പോരെ, മോൻ കണ്ടാ പോരെ. അപ്പൊ ഇതിപ്പോ ഗ്രൂപ്പ് ഫോട്ടോയിലും ഞാൻ തന്നെയാണല്ലോ, ഇപ്പൊ മറ്റേ ഫോട്ടോ എടുത്താലും ഞാൻ തന്നെയാണല്ലോ. ഇതിപ്പോ മോഹൻ ചേഞ്ചൊന്നും ആകാൻ പോകുന്നില്ലല്ലോ അല്ലേ. അപ്പൊ ഞാനത് ഗ്രൂപ്പ് ഫോട്ടോ കട്ട് ചെയ്ത്, ഞാൻ ബാക്കിയുള്ളവരുടെ വെച്ച് ചിലപ്പോൾ ഇതിപ്പോ ഇതിന്റെ അകത്ത് ആരാണെന്നുള്ള കൺഫ്യൂഷൻ വേണ്ട. അപ്പൊ ഞാൻ എന്റെ മാത്രം കട്ട് ചെയ്ത് ഞാൻ അയച്ചു കൊടുക്കാന്നുള്ള രീതിയായിരുന്നു. സിമ്പിൾ പരിപാടി. പക്ഷെ അതല്ല ഇവിടെ വേണ്ടതെന്നുള്ളത് നമുക്കറിയില്ല. പയ്യാണ് പണി പഠിച്ചെടുത്തത്. അതെ. ഓക്കെ. അപ്പൊ ഇപ്പൊ ഞാൻ ചോദിക്കുകയാണ്, ബീങ് എൻ ആക്ടർ ഓർ ബീങ് എ പ്രൊഡ്യൂസർ, ഏറ്റവും കംഫർട്ടബിൾ പരിപാടി ഏതാണ്? ആക്ടിങ് ആണോ? അറിയാമെങ്കിൽ അത് അണ്ടർലൈൻ ചെയ്ത് പറഞ്ഞു അല്ലേ. എന്നുവെച്ചാൽ ഞാൻ ഈ 2 ഘട്ടത്തിലും കൂടെ കടന്നു. എനിക്ക് 2 പരിപാടി അറിയാം. ആക്ടിങ് അറിയാത്ത പരിപാടി അറിയാം, ആക്ടിങ് കുറച്ചൊക്കെ അറിയാവുന്ന പരിപാടി അറിയാം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അണ്ടർലൈൻ ചെയ്ത് പറഞ്ഞത്. ആ പരിപാടി അറിയാമെങ്കിൽ ആരോട് ചോദിച്ചു നോക്കിക്കോളൂ, ഈ സിനിമ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഏത് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന അതർ ദാൻ ആക്ടിങ്, ഏത് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരോട് ചോദിച്ചാലും അവരും പറയും ഈ പരിപാടിയാണ് ബെസ്റ്റ് എന്ന്. പ്രൊവൈഡഡ് വി നോ ദ പരിപാടി ആൻഡ് വി ഷുഡ് ഗെറ്റ് ഓപ്പർച്യൂണിറ്റീസ്. ഓപ്പർച്യൂണിറ്റീസ് ഇല്ലെങ്കിൽ പിന്നെ കാര്യമില്ല. ആക്ടിങ് അറിയാം, പക്ഷെ ഓപ്പർച്യൂണിറ്റി ഇല്ല. ഇതൊക്കെ ഒരു തലയിലെഴുത്തും അല്ലെങ്കിൽ ലക്ക് ഡെഫിനറ്റ്ലി ഉണ്ട് കേട്ടോ. ഈ ലക്ക് എന്ന് പറയുന്നതാണ് ചിലപ്പം ദൈവാനുഗ്രഹമായിട്ടൊക്കെ വരുന്നത്. ആ സംഭവം ഇല്ലെങ്കിൽ വർക്കൗട്ട് ആവില്ല എല്ലാവർക്കും. പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത്, ഒരാൾക്ക് ജീവിതത്തിൽ ഇപ്പം സിനിമാ നടനായിക്കോട്ടെ, സംവിധായകനായിക്കോട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും മേഖലയിൽ സക്സസ്ഫുൾ ആവണമെങ്കിൽ ഈ സക്സസ് ഹാൻഡിൽ ചെയ്യാൻ നമ്മൾ പ്രാപ്തരാണോ എന്ന് ദൈവം കൂടെ നോക്കും. ഇത് ഹാൻഡിൽ ചെയ്യാൻ പ്രാപ്തർ ആയി കഴിഞ്ഞതിന് ശേഷമേ നമുക്ക് സക്സസ് കിട്ടുകയുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പം ഫസ്റ്റ് പടം തന്നെ എൻ്റെ സൂപ്പർ ഹിറ്റായി ഇരുന്നെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഇന്ന് വിട്ടിരുന്ന് സംസാരിക്കില്ല. ഞാൻ ഉറപ്പായിട്ട് ഞാൻ ഔട്ടായി പോയെന്ന് വെച്ചാൽ സക്സസ് എൻ്റെ തലയിൽ കയറി ഞാൻ ഉറപ്പായിട്ടും. അപ്പം എന്ന് വെച്ചാൽ ഒന്നാമത് പ്രായം വലുതായിട്ടില്ല, എനിക്ക് സിനിമ അറിയില്ല. ഒരു സിനിമ ഫാമിലിയിൽ നിന്നാണ് ഞാൻ വരുന്നതെങ്കിൽ എൻ്റെ അച്ഛനോ അമ്മയോ ആരെങ്കിലുമൊക്കെ എനിക്ക് പറഞ്ഞു തന്നെ സക്സസ് ഇങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നുള്ളത്. അണ്ടർസ്റ്റാൻഡ്? അപ്പം അത് പറഞ്ഞു തരാൻ ആരും ഇല്ലായിരുന്നു. അപ്പോൾ ദൈവത്തിന് അറിയായിരുന്നു, യെസ് ഇവന് ആ സമയത്ത് സക്സസ് കൊടുത്താൽ ചിലപ്പോൾ ഇവനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മൾ ഈ സക്സസ് കിട്ടാത്ത സമയത്ത് പലരും നമ്മളൊക്കെ പല രീതിയിലും നമ്മളുമായിട്ട് പെരുമാറുകയൊക്കെ ചെയ്യും, നമുക്ക് ഇറിറ്റേറ്റ് ആവുന്ന രീതിയിൽ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അവിടുന്ന് നമുക്കൊരു പ്രതികാരം ഉണ്ടാവും. എന്നാൽ പിന്നെ നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് കാണിച്ചു കൊടുക്കണമെന്നൊക്കെ ഒരു പ്രതികാരം ഉണ്ടാവില്ല. അതായത് നമ്മുടെ ഇമ്മച്യൂർഡ് ഇതിൽ നിന്ന് വരുന്നതാണ്, ബ്രെയിനിൽ നിന്ന് വരുന്നതാണ് ഈ സംഭവങ്ങളൊക്കെ. അപ്പോൾ ഈ പ്രതികാരം 2 രീതിയിലാവാം. ഒന്ന് സക്സസ്ഫുൾ ആയി കാണിച്ചു കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഈ സക്സസ്ഫുൾ ആയി കാണിച്ചു കൊടുത്താൽ അവിടെ നിർത്തിയാൽ അത് മെച്യൂർഡ് ബിഹേവിയർ ആണ്. പക്ഷെ സക്സസ്ഫുൾ ആയിട്ട് പിന്നെ ഇവർ തന്നെ നമ്മളെ അധികം ഇത് ചെയ്യാത്ത ആൾക്കാർ തന്നെ നമ്മുടെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും അവരുടെ പ്രതികാരം വീട്ടുന്നത് ഒരു ഇമ്മെച്യൂർഡ് വേ ആണ്. യു അണ്ടർസ്റ്റാൻഡ്? അപ്പം ഇതിനൊക്കെ നമ്മൾ പാകപ്പെടണം, എന്നാലേ നമുക്ക് സക്സസ് കിട്ടൂ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. എനിക്ക് 8 വർഷം എടുത്തു സിനിമ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് സക്സസ് കിട്ടാൻ. ഓക്കെ, ട്രിവാൻഡ്രം ലോഡ്ജ് സംഭവിക്കാൻ വേണ്ടി. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് 2012 ചിലപ്പോൾ എൻ്റെ ബ്രെയിൻ പാകപ്പെട്ടത്. എനിക്ക് ട്രിവാൻഡ്രം ലോഡ്ജ് ഹിറ്റായപ്പോഴത്തേക്ക് എനിക്ക് സന്തോഷം തോന്നി. പക്ഷേ എനിക്ക് ഒരിക്കലും ഇതിൻ്റെ ഒരു ഭാരം തോന്നിയിട്ടില്ല സക്സസിൻ്റെ. ഞാൻ അന്നും ഇന്നും ഇനി എന്നും ഒന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ അങ്ങനെ തന്നെ ആയിരിക്കും. അൺലെസ് ആൻഡ് അൺടിൽ പ്രായമാകും തോറും ഇപ്പം നമ്മുടെ ബ്രെയിനൊക്കെ ഷ്രിങ്ക് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ പ്രായമുള്ള ആൾക്കാരൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ കാണാറുണ്ടല്ലോ. അവർ ചിലപ്പം അവർക്ക് അത്രയും മെമ്മറി കാണില്ല, അങ്ങനെ സംഭവിക്കാം. അല്ലെങ്കിൽ അവർ ചിലപ്പം നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ നമ്മളോട് പറയും. അപ്പൊ അങ്ങനെയൊക്കെ എനിക്ക് സംഭവിക്കാം. പ്രായമാകുമ്പോഴത്തേക്ക് സംഭവിക്കുമായിരിക്കും. അങ്ങനെ പറയരുത്, പ്രായം പറയാൻ പാടില്ല. അല്ല, ഞാൻ പറയുവാണ്, ഇപ്പോഴത്തെ കാര്യമല്ല, ഞാൻ പ്രായമാകുമ്പോഴത്തെ കാര്യമാണ്.
സോ അന്നും ഇന്നും ഒക്കെ ഞാൻ ഒരേപോലെയാണ്. ഐ നോ ഹൗ ടു ഹാൻഡിൽ സക്സസ്. ഒരാൾ എന്നെ പ്രൈസ് ചെയ്യുമ്പോഴത്തേക്കും ഉടനെ ഞാനങ്ങ് കയറി 10 നില കയറി, മനസ്സിലായില്ലേ? ഒരാൾ എന്നെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ എന്താണ് ബേസ്മെന്റിലേക്ക് പോയി, -2 ഫ്ലോറിലേക്ക് ഞാൻ പോയി. അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഞാൻ ഗ്രൗണ്ട് ലെവലിൽ തന്നെയാണ്. എനിക്കറിയാം, ഓക്കെ, ഇത് ഇത്രയൊക്കെ ഉള്ളൂ. ഇത് തന്നെ സംഭവിച്ചത് ഭാഗ്യമാണ്, ദൈവാധീനമാണ്. ബ്യൂട്ടിഫുൾ ആൻസർ. ഈ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് അതേപടി ഡൈവേർട്ട് ചെയ്ത് കലാമയോട് ചോദിക്കാനാണ് തോന്നുന്നത്. ബിക്കോസ് ഇത്രയും പ്രോമിനന്റ് ആയിട്ടുള്ള പേരൻസിന്റെ 3 കുട്ടികളാണ്. ആൻഡ് ഇവരുടെ കരിയർ എടുത്ത് നോക്കുകയാണെങ്കിൽ ദിസ് സക്സസ് ഹവ് സ്റ്റേഡ് വിത്ത് ദം ത്രൂ ഡെക്കേഡ്സ് അല്ലേ? ആ ഒരു സക്സസ് മന്ത്രം ഒന്ന് ഷെയർ ചെയ്യും. അല്ലെങ്കിൽ ഇത്രയും റൂട്ടഡ് ആയിട്ട് ഇത്രയും സക്സസ്സിൽ ഇരിക്കുമ്പോഴും ഇന്നും നമ്മൾ ഉള്ളവർക്കിൻ്റെയൊക്കെ പ്രൊമോഷൻസിന് ഉർവശി മാമിനെ കാണുമ്പോൾ എത്ര ഗ്രൗണ്ടഡ് ആയിട്ട് പെരുമാറുന്നത്. ശരിക്കും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് നിങ്ങൾ. അപ്പൊ എങ്ങനെയാ ഇതിന്റെ ഒന്ന് ഹാൻഡിൽ ചെയ്യുന്നത്? ഇത് തന്നെയാണ് ഈ പറഞ്ഞത് തന്നെയാണ്. ഇതിൽ അഹങ്കരിച്ചിട്ടൊന്നും കാര്യമില്ല. ഒത്തിരി പേരെ നമ്മൾ കണ്ടു, ഒരുപാട് പേരെ കണ്ടു, ഒരുപാട് കലാകാരെ കണ്ടു. എൻ്റെ ഇത്രയും 40 വർഷത്തെ സർവീസിൽ എത്രയോ പേര് അഹങ്കരിച്ചവരെവിടെ പോയി, അല്ലാത്തവരെവിടെ പോയി, ഇതിലൊന്നും ഒരു കാര്യമില്ല. നമ്മൾ നന്നായി പെരുമാറിയാൽ എന്നും, ഇപ്പം കല്യാണം കഴിഞ്ഞ് പോയ പല പെൺകുട്ടികൾക്കും ചാൻസ് ഇല്ല. പണ്ടുള്ളവരും ശരി തന്നെ, ഇപ്പോഴും ഇതിന് പലർക്കും കല്യാണം കഴിഞ്ഞവർ ഇപ്പം കുറച്ചും കൂടെ മെച്ചൂടെ ഒരു നല്ല ഇതായി. ഞങ്ങൾക്ക് ഇന്നും ഇങ്ങോട്ട് വിളിച്ച് ചാൻസ് തരുന്നു. അതാ പെരുമാറ്റമാണ്. അഹങ്കരിച്ചിട്ടൊന്നും, അഹങ്കാരം കാണിച്ച് എന്നായാലും അതിന് താഴ്മയുണ്ട്, അതിൻ്റെ താഴ്ചയുണ്ട്. പെരുമാറ്റം ഉറപ്പായിട്ടും. അഹങ്കാരം ഒന്നിനും ഒരു പരിഹാരവും അല്ല. സോ കമ്മിങ് ബാക്ക് ടു ഭരതനാട്യം, ഇതിന്റെ ട്രെയിലറിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വീട്ടിലെ കുറെ ട്രബിൾസം കാര്യങ്ങളാണ് കാണിക്കുന്നത്. ആരൊക്കെയോ കൂടി എന്തൊക്കെയൊക്കെയോ തിരയുന്നു. അപ്പം ഞാൻ ഓർത്തു കലാരഞ്ജനി മാം ഇവിടെ ഇന്ന് വന്നിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇവരുടെ ഒരു ബാക്ക് ടു മെമ്മറീസ് എടുത്തു കഴിഞ്ഞാൽ കുറേ കഥകൾ ഷെയർ ചെയ്യാനുണ്ടാവും. നിങ്ങളുടെ വീട് എപ്പോഴും ഇങ്ങനെ ഒരു ഫുൾ ഓൺ ആയിട്ടുള്ളൊരു വീടായിരുന്നു. ബിക്കോസ് കുട്ടികൾ തന്നെ 5 പേരുണ്ട്, പിന്നെ പേരൻസും ഉണ്ട്. അപ്പൊ നമുക്കന്ന് കൽപ്പന ചേച്ചിയൊക്കെ പിന്നെ ഉസ്താദായിരിക്കും ആ ഒരു ഒരു ബാങ് ഉണ്ടാക്കാനായിട്ട്. അതെ അതെ, കൽപ്പനയാണ് അവിടെ ബഹളം. ഞാനൊന്നും വലിയ ബഹളമൊന്നും വെക്കാറില്ല, സൈലന്റ് ആണ്. ഉർവശി അതിനൊപ്പം നിൽക്കും കുറേയൊക്കെ. പിന്നെ ആൺപിള്ളേരുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് ദിവസവും പ്രശ്നങ്ങളായിരിക്കും. ഞങ്ങൾ തമ്മി തല്ല് തന്നെയാണ്. അതിനെ സമാധാനിപ്പിക്കാൻ വേണ്ടി അച്ഛനും അമ്മയും പ്രയത്നിക്കുന്നതാണ് ബാക്കി ടെൻഷൻ കൊടുക്കുന്നത്. പക്ഷെ കൽപ്പനയൊക്കെ നല്ല ആർട്ടിസ്റ്റാണ്. ഞങ്ങൾ മിമിക്രി ഇത് എന്നും പ്രോഗ്രാം കാണും. എൻ്റെ അച്ഛൻ നാടകക്കാരനാണ്. നാടകവും അതിൻ്റെ റിഹേഴ്സലും അതിൻ്റെ കാര്യങ്ങളും സംഭവങ്ങൾ ഒത്തിരി. ഞങ്ങളുടെ കഥ പറയാൻ തുടങ്ങിയാൽ ഈ എപ്പിസോഡ് തീരത്തില്ല. അതിനായി വേറൊരു ദിവസം വേണ്ടി വരും അല്ലേ? അതെ അതെ. ഇനി ശ്രുതി ചേച്ചിയുടെ ക്യാരക്ടർ അതിനകത്ത് കണ്ടപ്പം ചെറിയൊരു ഷാഠ്യകാരിയായ ഒരു ഭാര്യയാണ് എനിക്ക് കാണാൻ പറ്റിയത് അല്ലേ? അങ്ങനെ പറയാം. നമ്മള് ഷാഠ്യക്കാരിന്നല്ല, നമുക്ക് ഭാര്യമാർക്കുണ്ടാകുന്ന ചെറിയ പരിഭവം പരിപാടി അതൊക്കെയുള്ളൂ. എന്നെക്കാളും ഷാഠ്യമുള്ള ഒരു ചേച്ചി ഞങ്ങൾക്കുണ്ട്. ദിവ്യ ചേച്ചി ചെയ്യുന്ന ക്യാരക്ടറുണ്ട്. അപ്പം ചേച്ചിയുടെ ക്യാരക്ടറാണ് കുറച്ചും കൂടി ഇച്ചിരി സ്നേഹം ഉള്ളി വെച്ചിട്ട് ഇച്ചിരി റൂഡായിരിക്കും എല്ലാവരോടും. വെട്ടി തുറന്ന് പറയും. സ്നേഹം അങ്ങനെയാണെങ്കിൽ എക്സ്പ്രസ് ചെയ്യാത്ത. ഞങ്ങളൊക്കെ പിന്നെയും കുറച്ചും കൂടെ ഒക്കെ ഒരു അനുകമ്പ മനോഭാവമുള്ള 2 മക്കളാണ് സൈജ് ചേട്ടനൊക്കെ ചെയ്യുന്ന ക്യാരക്ടർ. അപ്പൊ അങ്ങനെയാണ് ക്യാരക്ടറിന്റെ പരിപാടി എന്നാ പോകുന്നത്. പലർക്കും പല സ്വഭാവം ഉള്ള കുറെ അധികം ആൾക്കാർ ഒരു വീട്ടിൽ വന്നാൽ സംഭവിക്കുന്ന എല്ലാ ബഹളങ്ങളും ആ സിനിമയിൽ കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഇൻ റിയൽ ലൈഫ് ശ്രുതി ചേച്ചി ഭയങ്കര കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ള ഒരു ഭാര്യയാണെന്ന്. കാരണം യൂട്യൂബ് ചാനലിൽ 1-2 വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ട്. ഭർത്താവിന് ഭയങ്കരമായിട്ട് സർപ്രൈസ് കൊടുക്കുക. അപ്പൊ സംഗീതേട്ടൻ ആണോ? ഇല്ല, അതാണ് സംഗീതേട്ടൻ. സൈജേട്ടനൊക്കെ അറിയാം. സംഗീത ഭയങ്കര സോഫ്റ്റ് സ്പോക്കനും കുറവ് സംസാരിക്കുന്ന മാൻ ഓഫ് ലിറ്റിൽ വേർഡ്സ്, ഫ്യൂ വേർഡ്സ്. ഞങ്ങളുടെ കോംബോ അതാ. ഞങ്ങൾ നേരെ ഉൾട്ടുള്ള 2 ക്യാരക്ടേഴ്സ് ഉള്ള 2 മനുഷ്യന്മാരാണ്. നമുക്ക് ഭയങ്കര സംഗീതനെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സ്നേഹം തോന്നുന്ന, നമ്മുടെ അനിയനായിരുന്നെങ്കിലും എന്നൊക്കെ ഇങ്ങനത്തെ ലവ് സ്റ്റോറി ഞങ്ങളോട്ടൊന്ന് ഷെയർ ചെയ്യേണ്ടി വരും. ചേട്ടാ പറയും. അല്ല, അതാണ്. അപ്പം നമ്മള് ആട് 2-ലാണ് എൻ്റെ ഓർമ്മ ഞങ്ങള് ആദ്യമായിട്ട് വർക്ക് ചെയ്തത്. പിന്നെ മിഥുന്റെ പടങ്ങളൊക്കെ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും സംഗീതം ഉണ്ടാകാറുണ്ടായിരുന്നു. അല്ല, സംഗീതനെ ആദ്യം പറഞ്ഞ VKPയുടെ അസിസ്റ്റന്റ് ആയിരുന്നല്ലോ, ആഡില് അസിസ്റ്റന്റ് ആയിരുന്നു. അപ്പം VKPയുടെ ആഡ്സ് ചെയ്യുന്ന സമയത്ത് സംഗീതം അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോഴും എൻ്റെ ഫോണിൽ സംഗീതത്തിന്റെ നമ്പർ ഞാൻ VKP സംഗീതം പറഞ്ഞിട്ടുണ്ട്. VKPയുടെ കുറെ അസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ VKP സംഗീത്, VKP എന്താണ് ഗോവിന്ദ്, അങ്ങനെയൊക്കെയാണ് ഞാൻ ഇവരുടെ പേരിട്ടിരിക്കുന്നത്.
VKP സാറിന്റെ പിൻതലമുറയിൽ ഇങ്ങനെ വരുന്നോണ്ട് ആ പേര് അങ്ങനെ വെച്ചിരിക്കുന്നു. ഇനി പ്രണയകഥയിലേക്ക് വരാം ചെറുതാക്കി നമ്മുടെ എപ്പിസോഡിന് വേണ്ടി. അങ്ങനെ പ്രണയകഥ അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. നമ്മള് ജൂണിൽ വെച്ചിട്ടാണ് ഞങ്ങൾ കണ്ടത്. ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആണ്. ഇതുപോലെ സംഗീതൻ നമ്മൾ ഭയങ്കരമായിട്ട് പെട്ടെന്ന് നോട്ടീസ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണോ എന്ന് വെച്ചാൽ ആണ്. പക്ഷെ പുള്ളി ഭയങ്കര കാമാണ്. ഞങ്ങൾ എന്നോട് ഇങ്ങോട്ട് വന്ന് സംസാരിച്ചു. നമ്മൾ നല്ല കൂട്ടായി. പിന്നെ ഒരു മൊമെന്റ് എത്തിയപ്പോഴത്തേക്ക് ഞങ്ങളങ്ങനെ പ്രണയാഭ്യർത്ഥന അങ്ങോട്ടോ ഇങ്ങോട്ടോ അങ്ങനെ നടത്തിയിട്ടൊന്നുമില്ല. സംഗീതനെ അറിയാവുന്നവർക്ക് അറിയാം. പുള്ളി അങ്ങനെ വന്ന് അങ്ങനെ മറ്റേ ഐ ലവ് യു അങ്ങോട്ടൊന്നുമല്ല. ശരിക്കും പറഞ്ഞാൽ സംഗീതന്റെ ക്യാരക്ടറാണ്. ഭയങ്കര ഭയങ്കര നമുക്ക് ആർക്കാണെങ്കിലും ചേട്ടൻ പറഞ്ഞ പോലെ ഒരു സ്നേഹം തോന്നുന്ന ക്യാരക്ടറാണ്. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഭയങ്കര ഓപ്പോസിറ്റ്. എന്നെ പോലെ തന്നെ ഒരു ഭയങ്കര സംസാരിക്കുന്ന ഒരാളാണെങ്കിൽ ജഗബോഗ ആയിരിക്കുമല്ലോ. അങ്ങനെയല്ല, ഈസ് എ ഗുഡ് ലിസണർ. പിന്നെ എന്താ പറയാ, ആവശ്യത്തിന് സംസാരിക്കും, അതൊക്കെ ചെയ്യും. ഈ സർപ്രൈസ് വീഡിയോയിൽ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് അതെ ആ മനുഷ്യൻ അങ്ങനെയാണ്. ഏറ്റവും കൂടുതൽ പോസിറ്റീവ്. ഞാൻ വിചാരിച്ചത് നെഗാവും എന്നൊക്കെ, പക്ഷെ അല്ല, അതാണ് പുള്ളിയുടെ വേ ഓഫ് എക്സ്പ്രസിങ്. അത്രേ ഉള്ളൂ സന്തോഷം. ശരിക്കും ജെനുവിൻലി പറഞ്ഞാൽ അത്രയ്ക്കും ഉള്ളടാ. നമ്മളൊരു സർപ്രൈസ് കൊടുക്കുമ്പോ എന്താണെങ്കിലും, ഇപ്പം നിന്റെ ബർത്ത്ഡേ വരുമ്പോൾ നിന്റെ ഫ്രണ്ട് നിനക്ക് സർപ്രൈസ് തരുമെന്ന് നിനക്ക് അറിയായിരിക്കും. സംഗീതത്തിന് ഒബ്വിയസ് ആണ് ഞാനൊരു സർപ്രൈസ് കൊടുക്കും. അതിന് പുള്ളി വെച്ചേ ഇങ്ങനെയൊന്നും കാണിക്കത്തില്ല. പുള്ളി ഓക്കെ ആ മൂടാണ്. ജെനുവിൻ അത്രേ ഉള്ളൂ. അത് സംഗീതം അതാണ് എക്സ്പ്രസിങ് പരിപാടി. അതാണ് എക്സ്ട്രീം എക്സ്പ്രസിങ്. അതെ, ഓപ്പോസിറ്റ് പോൾസ് അട്രാക്ട് എന്ന് പറയുന്നത്. എനിവേ, സ്ക്രീനിൽ സാധാരണക്കാരനായ ഒരു മനുഷ്യനെ സൈചേട്ടൻ അവതരിപ്പിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗിയാണ്. ലൈക്ക് ഭയങ്കരമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഒരു സാധാരണക്കാരനായിട്ട് കുറച്ച് നാള് ഒന്ന് ജീവിച്ചത് കൊണ്ടായിരിക്കും, ലൈക്ക് ബിഫോർ ബിക്കമിങ് എ സെലിബ്രിറ്റി ആയിരിക്കുമോ? എന്താ സൈചേട്ടൻ തോന്നുന്നത്? സാധാരണക്കാരൻ ഈ സിനിമ നടന്മാരൊക്കെ സാധാരണക്കാരല്ലേ ബേസിക്കലി? അല്ല, ഞാൻ ചോദിക്കട്ടെ, സൈചേട്ടൻ ഒരു ബസ്സിൽ കയറി യാത്ര ചെയ്തിട്ട് എത്ര നാളായി? എനിക്ക് പണ്ടും ബസ്സിൽ കയറുന്ന വലിയ താല്പര്യമില്ലായിരുന്നു. അല്ല, ഞാൻ ഇപ്പൊ സിനിമ നടൻ ആയതുകൊണ്ട് ചിലപ്പോൾ പറ്റില്ലായിരിക്കും. പക്ഷെ എനിക്ക് വലിയ താല്പര്യമുള്ള, എനിക്ക് ട്രെയിൻ യാത്രയും വലിയ താല്പര്യമില്ല. എനിക്ക് ഈ പേഷ്യൻസ് വളരെ കുറവാണ്. എന്നുവെച്ചാൽ ഒരുപാട് ട്രെയിൻ യാത്ര കൊച്ചിയിൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഈ നാഗ്പൂരിൽ നിന്ന് 36 മണിക്കൂർ എടുക്കും ഇവിടെ എറണാകുളം സൗത്ത് സ്റ്റേഷൻ എത്താൻ വേണ്ടിയിട്ട്. ഭയങ്കര ബോറിംഗ് പരിപാടിയാണ്. എന്നുവെച്ചാൽ ഒന്നാമത് സമ്മർ ഹോളിഡേസിനാണ് ഈ വരുന്നത്. ആന്ധ്രയിലൊക്കെ എന്നാ ചൂടാന്നറിയാമോ? അന്ന് അച്ഛന് AC കമ്പാർട്ട്മെന്റിനുള്ള ഇത് കിട്ടില്ല. അച്ഛന് സെക്കൻഡ് ക്ലാസ് ടിക്കറ്റിനുള്ള ഫാമിലി ടിക്കറ്റേ കിട്ടുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എഞ്ചിനീയറിംഗിലൊക്കെ ആയപ്പോഴാണ് അച്ഛൻ പ്രൊമോട്ടായി ക്ലാസ് 1 ഓഫീസർ ആയപ്പോഴാണ് നമുക്ക് AC കമ്പാർട്ട്മെന്റ് കിട്ടി തുടങ്ങിയത്. അപ്പോഴാണെങ്കിൽ എഞ്ചിനീയറിംഗിന്റെ പഠിത്തം കാരണം പിന്നെ സമ്മർ ഹോളിഡേസിൽ ഈ AC സുഖം അനുഭവിച്ച് വരാനും പറ്റില്ല. ശരി, അതാണ്. അപ്പം എന്തായാലും നമ്മുടെ ചോദ്യം എന്തായിരുന്നു? അതായത് ലൈക്ക് ആ സാധാരണക്കാരനായിട്ടൊരു ഭംഗിയെ പറ്റിയിട്ട് ചോദിക്കുകയാണ്. അതുകൊണ്ടാണോ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത് അല്ലേ? നമ്മുടെ ഇൻ ആൻഡ് അറൗണ്ട് നമ്മൾ ആൾക്കാരെ കാണുന്നുണ്ടല്ലോ. ഞാൻ ഈ കൊച്ചിലെ സിനിമ വരുമെന്നും പറഞ്ഞുകൊണ്ടൊന്നും അല്ല, പക്ഷെ എനിക്ക് അത്യാവശ്യം ഒബ്സർവേഷൻ സ്കിൽസ് ഉണ്ടായിരുന്നു. ഞാൻ ഒബ്സർവ് ചെയ്യുമായിരുന്നു. എൻ്റെ അമ്മ അങ്ങനെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വെച്ചാൽ അമ്മ എനിക്കൊന്ന് ചിലപ്പം സിനിമയിലൊക്കെ വന്നിരുന്നെങ്കിൽ അമ്മയ്ക്ക് അഭിനയിക്കാൻ പറ്റിയെന്ന് തോന്നുന്നു. അമ്മ ഈ ആൾക്കാരെ കോപ്പി ചെയ്ത് അവരുടെ സ്റ്റൈലിൽ സംസാരിച്ചൊക്കെ ഞങ്ങൾ എന്റർടൈൻ ചെയ്യാറുണ്ട്. അമ്മ ഒരിടത്ത് ചെന്ന് കഴിഞ്ഞാൽ അമ്മ വിവരിക്കും അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന്, ആരെയൊക്കെ കണ്ടു. ഇപ്പം നമുക്ക് അറിയാത്ത ഒരാളാണെങ്കിലും അവരുടെ പേര് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെയാണ്, അവരുടെ ജസ്റ്റേഴ്സ് ഇതൊക്കെയാണ്, അവരിങ്ങനത്തെ ഈ സ്ലാങ്ങിലാണ് സംസാരിക്കുന്നത്. ഇത് കറക്റ്റ് കോപ്പി ചെയ്ത്, അതായത് വോയിസ് അല്ല, ഞങ്ങളുടെ മാനറിസം കറക്റ്റായിട്ട് ഇത് ചെയ്തിട്ട് ഭയങ്കര എൻ്റർടൈനറാണ് അമ്മ. അമ്മയായിട്ട് ഇരുന്നാൽ നമുക്ക് ഒരുപാട് ചിരിക്കാം, അങ്ങനെയൊക്കെയുള്ളൊരു ടൈപ്പാണ്. അപ്പം അമ്മയും ഒരുപാട് ഒബ്സർവ് ചെയ്യുന്നുണ്ടായിരിക്കും. അതുകൊണ്ടാണ് അമ്മയ്ക്ക് ആ കഴിവ് കിട്ടിയത്. എനിക്ക് പക്ഷേ ഒബ്സർവ് ചെയ്തിട്ട് ഈ മിമിക് ചെയ്യാനുള്ളൊരു കഴിവൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ അത് എവിടെയെങ്കിലുമൊക്കെ നമുക്ക് ആ ബോഡി ലാംഗ്വേജിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് എന്നെ സംബന്ധിച്ച് ഓരോ ക്യാരക്ടർ ചെയ്യുമ്പോഴത്തേക്കും അതൊരു ഓരോ ചേഞ്ച് ആയിട്ട് വരുന്നുണ്ട്. ഐ മീൻ, ഞാൻ പല ആൾക്കാരുടെ ഓരോ സാധനങ്ങൾ ഞാൻ ഇൻകോർപ്പറേറ്റ് ചെയ്യും. ഇപ്പോഴും ഞാൻ പലരെയും ഞാനിങ്ങനെ ഒബ്സർവ് ചെയ്യാറുണ്ട്. ഇപ്പോഴത്തെ എന്താ സംഭവിച്ചാൽ, ഇപ്പൊ വേറൊരു കുഴപ്പമുണ്ട്. നമ്മൾ കുറച്ച് ആക്ടേഴ്സിന്റെ കൂടെയാണെങ്കിൽ ആൾക്കാർ എന്നെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യില്ല. അപ്പൊ എനിക്ക് ആൾക്കാരെ ഇങ്ങനെ നോക്കാം, അവരുടെ മാനറിസം നോക്കാം. ഓക്കെ, ഞാൻ മാത്രമാണെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല. മിക്കവാറും പേര് എന്നെ ആയിരിക്കും നോക്കുന്നത്. അപ്പം ഞാൻ ആരെ നോക്കിയാലും ഒരു സെൽഫി, ഐ കോണ്ടാക്ട് കൊടുത്താൽ അപ്പം പ്രശ്നമാണ്. എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ ആരോടും എനിക്ക് വിരോധമില്ല. എനിക്ക് എന്നെ ഒരു സിനിമാ നടനായിട്ട് ഇവർ അംഗീകരിക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇവരെന്നോട് എൻ്റെ കൂടെ ഫോട്ടോ എടുക്കണമെന്ന് പറയുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. പക്ഷെ എനിക്ക് ബേസിക്കലി ഞാനൊരു റോങ് ഇൻഡസ്ട്രിയിലാണ്. അങ്ങനെയാണെങ്കിൽ എന്ന് വെച്ചാൽ എനിക്ക് ഫോട്ടോ എടുക്കുന്നത് എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അറിയാലോ, ഞാൻ കട്ട് ചെയ്ത് ഫോട്ടോ എടുക്കുന്ന ആളാണ്. ഈ എന്താണ് ഇപ്പൊ നമ്മള് ഇപ്പൊ ഈ പോസ്റ്റർ ഇത് നമ്മൾ ഫോട്ടോ സെഷൻ ചെയ്തതാണ്. ഓക്കെ, അങ്ങനെ പല പടത്തിലും നമ്മൾ ഫോട്ടോ സെഷൻ ചെയ്യാറുണ്ട്. എനിക്ക് ഈ ഫോട്ടോ സെഷൻ ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഫോട്ടോ സെഷൻ എന്ന് പറഞ്ഞാൽ അയ്യോ ദൈവം, ഇനിയിപ്പോൾ അന്നത്തെ ദിവസം ഇനിയിപ്പം പല പോസും കൊടുക്കണമല്ലോ.
അതേപോലെ തന്നെയാണ് ഇപ്പം സെൽഫിയിൽ നമ്മൾ ഒരു ക്രൗഡിലേക്ക് പോകുകയാണെങ്കിൽ അവർ സെൽഫി എടുക്കുമ്പോഴത്തേക്കും നമ്മൾ ചിരിച്ചിരിച്ച് മടുക്കും. അപ്പം ചിരിച്ചില്ലെങ്കിൽ അവർ പറയേ ചിരിക്കും, അങ്ങനെയൊക്കെ പറയും. അപ്പം നമ്മൾ വീണ്ടും ചിരിക്കുന്നു. ഈ ഫോട്ടോ എടുക്കൽ ഒരു ഭയങ്കര ഇപ്പം എൻ്റെ വൈഫിനൊക്കെ ഫോട്ടോ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഹോളിഡേയ്സിന് പോകുമ്പോഴത്തേക്കും ഞാൻ വൈഫിന് ഫോട്ടോ എടുത്ത് കൊടുക്കും. വൈഫിൻ്റെ ഫോട്ടോ പിള്ളേരുടെ ഫോട്ടോ ഒക്കെ എന്നോട് വന്ന് നിൽക്കാൻ പറഞ്ഞാൽ എനിക്കപ്പം പ്രശ്നമാണ്. എന്തോ ആക്ച്വലി എന്താണ് ഒരു 1-2 സെക്കൻഡ് നിന്നാൽ മതി, അപ്പോഴത്തെ ഒരു ക്ലിക്ക് കഴിയും. പക്ഷെ അതൊരു ഭയങ്കര പ്രശ്നമാണ് എനിക്ക്. ബിറ്റ്വീൻ വൈഫിന്റെയും കുട്ടികളുടെയും കാര്യം പറഞ്ഞതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നതാണ്, സഹിച്ചേട്ടൻ ഇത്രയും വലിയ മോളുണ്ടെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം അറിഞ്ഞത്. ഇത്രയും വലിയ മോളുണ്ടെന്ന് ഐ തോട്ട് ലൈക്ക് കുഞ്ഞു കുട്ടിയായിരിക്കും. അപ്പം ആദ്യത്തെ സിനിമയുടെ പേരുമാണ് ഇട്ടിരിക്കുന്നത് അല്ലേ, മയൂഖ. അത് മോള് ഇപ്പം മോക്ക് 19 വയസ്സ് ആവും നവംബറിൽ. ഓക്കെ, മോന് 10 വയസ്സാവും അടുത്ത ജനുവരിയിൽ. ഓ അത്രയും വലിയ കുട്ടികളുടെ അച്ഛനാണ്. ഈ ശ്രീമയിനെയും കുഞ്ഞാറ്റേനെയും ഒക്കെ കാണുമ്പോൾ മാമിന് നിങ്ങളുടെ ചൈൽഡ്ഹുഡ്, ടീനേജ് അതൊക്കെ മിസ് ചെയ്യാറുണ്ടോ? അതായത് അവരിപ്പോ ഇടുന്ന ഡ്രസ്സുകളും ഇതും ഒക്കെ കാണുമ്പോൾ? ഇല്ല ഞങ്ങൾ അതൊക്കെ അല്ല, കൊച്ചിലെ തന്നെ അനിയത്തിമാരൊക്കെ സിനിമയിൽ വന്നു. അങ്ങനെ മിസ് ചെയ്യാറൊന്നുമില്ല. ചേച്ചിനെ കാണുമ്പോഴാണ് ശരിക്കും അവസ്ഥയായിരിക്കും എന്നാണ് ഞാൻ ചിന്തിച്ചോണ്ടിരിക്കുന്നത്. ലൈക്ക് അപ്പോഴും അതേപോലെ ജനറേഷൻ ഗ്യാപ്പ്. അതെ നമ്മൾ തിരിച്ചായിരിക്കും മേ ബി തോന്നുക. ലൈക്ക് അവർക്ക് തോന്നുമായിരിക്കും അല്ലേ ചിലപ്പോ. എനിക്ക് തോന്നാറുണ്ട് ചേച്ചിനെ കാണുമ്പോൾ, ചേച്ചിയോട് സംസാരിക്കുമ്പോൾ ഈ ഒരു എനർജിയും ആ ഒരു വൈബൊക്കെ നമുക്ക് ആ ഒരു ഏജിൽ കിട്ടുമോ ദൈവമേ. അതെ, ഐ വാസ് ആസ്കിങ് ദ റോങ് പേഴ്സൺ. പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. കാരണം ഇവരുടെ നമ്മുടെ പ്രായത്തിൽ ഇവര് പോയാൽ മതി. അതായത് NTR സാറിന്റെ അവസാന സമയം ഹീറോയിനാണ് ഇരിക്കുന്നത്. ഇങ്ങോട്ട് ചോദിച്ചിട്ട് ചേച്ചി അഭിനയിച്ചത് അല്ലേ? അത് സ്റ്റുഡിയോയ്ക്ക് ഒരേ സ്റ്റുഡിയോയിൽ തന്നെ എല്ലാ വർക്കും. ഇവിടെ മലയാളം, തമിഴ്, കന്നഡ, ഹിന്ദി ഒക്കെ AVM സ്റ്റുഡിയോയിൽ. അപ്പൊ എല്ലാരെയും തമ്മിൽ കാണും. അപ്പൊ അങ്ങനെ കണ്ടിട്ടാണ് അദ്ദേഹം ചോദിച്ചത് അഭിനയിക്കും. ബ്ലെസ്ഡ് പേഴ്സൺ അല്ലേ? അത് ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ നിന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എല്ലാവരും കലാകാരന്മാര്, എല്ലാവരും ലൈക്ക് കരിയർ കൂടെയുള്ള അത്രയും നാളും സക്സസ്ഫുൾ ആയി നിന്നവര്, ഇൻക്ലൂഡിങ് കൽപ്പന മാം അല്ലേ? ബട്ട് ബിഫോർ വൈൻഡിങ് അപ്പ്, വൺ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സിനിമ ഒരു കോമിക് ഫിലിമാണ്, ബട്ട് സ്റ്റിൽ എന്തുകൊണ്ട് ഈ ഒരു പേര് ഭരതനാട്യം? ഡയറക്ടറോട് ചോദിക്കണം. അല്ല, ഞാൻ മനസ്സിലാക്കിയത് ഭരതനാട്യം ഒരു സിംബോളിക്കലി നമ്മൾ പറയുന്ന ഒരു സാധനമാണ്. നമ്മൾ ജീവിതത്തിൽ പല നമ്മൾ പറയാറില്ലേ, ഒരുപാട് ഭരതനാട്യം കളിച്ചിട്ടൊക്കെയാണ് നമ്മളിവിടെ വരെ എത്തിയെന്നൊക്കെ. അപ്പൊ ആ ഒരു ലൈനിലാണ് ചിലപ്പോൾ ആ പേര് വന്നു കാണാൻ സാധ്യത. ആ ടൈറ്റിലിൽ പക്ഷെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അതിൻ്റെ അകത്ത് അതിന്റെ രഹസ്യം ചോദിക്കില്ല വെച്ചാൽ എനിക്ക് അറിയില്ല. 2 മുഖങ്ങൾ കണ്ടു, രായലും അതെ നായലും ഉണ്ട്. അത് കൂടാണ്ട് 2 വരകളുണ്ട്, 2 ഒരു ആർക്ക് പോലെ. അതും എന്തിനാന്ന് എനിക്കറിയില്ല, എന്തിനാണ് ഇതൊക്കെ കൊടുത്തിരിക്കുന്നത്. പക്ഷെ എന്തോ ബ്രില്യൻസ് അവൻ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഡയറക്ടറുടെ കയ്യിലാണ്, അദ്ദേഹമാണ് റൈറ്റർ. മറ്റേ സിനിമ പറയുന്നത് എന്തോ ഉണ്ട്, നമുക്ക് പറയണ്ട, നമുക്ക് അറിയില്ലാത്ത അറിയാൻ പറ്റുന്നല്ലേ. അപ്പം 23-ാം തീയതി ഇത് അറിയാനായിട്ട് നമ്മൾ എല്ലാവരും തിയേറ്ററിൽ ഉണ്ടാകും. സജിച്ചേട്ടാ, ഐ എം സോ പ്രൗഡ് ഓഫ് യു. ആദ്യത്തെ സിനിമയിൽ സായ്കുമാർ സാറിൻ്റെ ഒപ്പമൊക്കെ അഭിനയിച്ചു. ഇപ്പം അവർക്ക് അല്ലേ സാലറീഡ് ആക്കിയിട്ട് അവർക്ക് പേയ്മെന്റ് കൊടുത്തുകൊണ്ട് അവരെ ഹയർ ചെയ്തിരിക്കുകയാണ്. അപ്പം ആക്ടർ, പ്രൊഡ്യൂസർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഗ്രാഫ് അങ്ങനെ പോട്ടെ. അപ്പം എന്തായാലും താങ്ക് യു സോ മച്ച്. എനിക്ക് ഇനി ഒരു ഇന്റർവ്യൂ തരണം കഥകൾ കേൾക്കാനായിട്ട് കേട്ടോ. അപ്പം എന്തായാലും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. താങ്ക് യു.